പ്രണയം എന്ന് പറഞ്ഞ സ്വകാര്യമായ ഒരു സുഖമാണ്. അപ്പോൾ ഈ പൊള്ളുന്ന ചൂടിൽ അത്തരം ഓർമ്മകൾ നമുക്ക് തരുന്നത് എന്താണ്? ആ ചൂട് പോലും നമുക്ക് നിസ്സാരമായി തോന്നാം. അത്ര നല്ല ഓർമ്മകളാണ് പ്രണയം നമുക്ക് തരുന്നത്. പ്രണയം, സ്നേഹം, ഓക്കെ, പ്രണയം എന്ന് പറയുന്നെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു തലം മാത്രമാണ് ഈ സ്നേഹങ്ങളൊക്കെ. പൊള്ളുന്ന ജീവിത ചൂടിൽ നിന്നോർമ്മകൾ പൂനിലാവായി പൂമഴയായി. പൊള്ളുന്ന ജീവിത ചൂടിൽ നിന്നോർമ്മകൾ പൂനിലാവായി പൂമഴയായി. പിന്നെ എങ്ങനെ ഞാൻ മറക്കും? അതുകൊണ്ടാണ് മറക്കില്ല നിന്നെ. ഒരു കോളിലേക്ക് വരാം. ഹലോ ഹലോ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുദേവ് എന്നാണ്. സുദേവ്? അതെ. സുദേവ് എവിടെ നിന്ന് വിളിക്കുന്നു? സുദേവ്? ഞാൻ അജ്വാനിയിൽ വിളിക്കുകയാണ്. അജ്വാൻ. സുദേവ് പഠിക്കുന്ന ആളാണോ? കുട്ടിയാണോ? അതെ, ഞാനാണെങ്കിൽ 9th പഠിക്കുകയാണ്. 9th പഠിക്കുന്നു. ഓക്കെ. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ചെറിയ കുട്ടി വിളിക്കുക. ഇന്നലെയൊക്കെ വിളിച്ചവരൊക്കെ ഇവിടെ മുതിർന്ന ആൾക്കാരായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ കരുതി ഈ കുട്ടികളൊക്കെ വിളിക്കാത്തത് ഈ ഗസലായതുകൊണ്ടും അല്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത പാട്ടായതുകൊണ്ടൊക്കെ ആണോ, അടിപൊളി അല്ലാത്തത് കൊണ്ടാണോ വിളിക്കാത്തത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തായാലും സുദേവ് 9th പഠിക്കുകയല്ലേ? സുദേവ് 9th പഠിക്കുന്നല്ലേ പറഞ്ഞേ? ആ, അപ്പൊ കുട്ടികളുടെ ഒരു പ്രതിനിധി വിളിച്ചൊരു സന്തോഷമുണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം സുദേവേ? അജ്മാനില് സുദേവ് നാട്ടിൽ എവിടെയാണ്? ഓക്കെ, ട്രിവാൻഡ്രത്തുണ്ട്. അപ്പൊ എന്റെ സ്ഥലം കൂടിയാണ് ട്രിവാൻഡ്രം. അപ്പോ സുദേവ് പാട്ട് ഇങ്ങനെ അവിചാരിതമായിട്ട് ഈ ഗസൽ നിലാവെന്ന പ്രോഗ്രാം കണ്ടതാണോ? അത് സുദേവ് പാട്ട് കേൾക്കുന്ന ആളാണോ? TV കാണുന്ന ആളാണോ? ഇപ്പോ പരീക്ഷാകാലം വല്ലതും ആണോ? വെക്കേഷൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ TV കാണുന്നതിൽ വിലക്കൊന്നുമില്ല വീട്ടിലല്ലേ? കാണാറുണ്ട് ചിലപ്പോഴൊക്കെ. ഓക്കെ. കണ്ടായിരുന്നു. അപ്പൊ ഈ പരിപാടി തുറക്കുമ്പോൾ കാണുന്നുണ്ടോ ഗസൽ നിലാവ്? ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ സുദേവേ? ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ? ഞാനീ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് സുദേവിന് ഇഷ്ടമാവുന്നുണ്ടോ? ഇഷ്ടമാണ്. അപ്പൊ പരസ്യമായിട്ടാണ് ചോദിക്കാം അല്ലേ? അപ്പോ സുദേവിന് പാട്ട് ഇഷ്ടം. സുദേവ് എന്ന പേര് 9th ക്ലാസ്സിൽ പഠിക്കുന്ന സുദേവിന് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ പിന്നെ ഈ ഗസലുടെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? അപ്പൊ അതുകൊണ്ട് സുദേവ് വിളിച്ചാലും വളരെ സന്തോഷം. പറയൂ മോനെ. പറയൂ, ചോദിച്ചോളൂ. പൈസ ഒന്നും അല്ലല്ലോ അല്ലേ? അല്ലല്ല, അവൻ ചോദിച്ചോളൂ. കാരണം ഈ ഗസലൊക്കെ പാടാനുള്ള ഒരു പ്രചോദനമായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? നല്ല ചോദ്യം. ഗസൽ സിംഗേഴ്സ് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഗസൽ സിംഗേഴ്സ് ഇപ്പൊ നമ്മൾ ഗുലാം അലി തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ഗസൽ സിംഗേഴ്സിനും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സംഗീതം പഠിക്കുന്ന കാലത്ത് ഞാൻ ഭയങ്കര ഗസൽ ആരാധകനൊന്നും ആയിരുന്നില്ല. ഞാൻ സംഗീതത്തെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. പിന്നെ വളർന്ന് സംഗീതം പഠിച്ചു വന്നപ്പോൾ ജീവിക്കാൻ വേണ്ടി സംഗീതമായി, എൻ്റെ ജീവിതം തന്നെ സംഗീതമായി. പക്ഷെ ഞാൻ ഗസലുകളിലേക്ക് തിരിയാൻ കാരണം, ഞാൻ ക്ലാസിക്കൽ കൺസൾട്ട് ചെയ്യുന്ന ആളാണ്, കച്ചേരി ചെയ്യുന്ന ആളാണ്, സംഗീതം പഠിപ്പിക്കുന്ന ആളാണ്. പിന്നെ എൻ്റെ മുഖ്യ വഴി സംഗീത സംവിധാനവുമാണ്. ഇത് മലയാളത്തിൽ നമ്മൾ കേട്ടുള്ള പറയാം. അപ്പൊ ഗസൽസ് ഇപ്പൊ ഞാൻ എനിക്ക് എനിക്ക് ഗുലാം അലിയുടെ ഗസലുകളും അദ്ദേഹത്തിന്റെ ഫീലും വല്ലാതെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആ ഒരു സ്വാധീനമല്ല ഗസലിലേക്ക് വരാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് തന്നെ ഭയങ്കര ആ ഒരു അദ്ദേഹത്തിന്റെ ശബ്ദം വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ പറ്റത്തില്ല. മീൻസ് ആ ഒരു നമ്മൾ ശബ്ദത്തിൻ്റെയൊക്കെ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാഭി, മൂലാധാരം, ഇവിടെ നിന്നാണ് നമ്മൾ ശബ്ദങ്ങൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ പൂർണ്ണനാദമായിട്ട് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്കിത് എവിടെ നിന്നാണ്, എങ്ങനെ ഒരു സ്പേസിൽ നിന്ന് ഒരു ശബ്ദം വരുന്ന പോലെ ഒരു മാസ്മരികത എന്നൊക്കെ പറഞ്ഞാൽ അനുഭവിക്കണമെങ്കിൽ ഗുലാമിയുടെ ഗസൽ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഓക്കെ മോനെ. അപ്പൊ ഞാൻ മറ്റൊരു ഉത്തരം പറഞ്ഞു തീർന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ഞാൻ സംഗീതം കൈകാര്യം ചെയ്യുന്ന ആളോടൊപ്പം തന്നെ ഞാൻ എഴുതുന്ന ആളും കൂടിയാണ്. ഒരുപാട് ആൽബങ്ങൾക്കും ഒക്കെ എഴുതും. അപ്പോൾ എനിക്ക് ഇത്തരം പ്രണയഗാനങ്ങൾ എഴുതിയപ്പോൾ ONV സാറിൻ്റെ രചനയിൽ ഉമ്പായി പാടുക സൈകൾ തുടങ്ങി ആ സമയത്ത് കുറച്ച് ഗസലുകൾ കേട്ടു. അതിൻ്റെ എനിക്ക് ഞാൻ തുറന്നു പറയണം, ആ ട്യൂണിനപ്പുറത്ത് വരികൾ എന്നെ സ്വാധീനിച്ചു. അപ്പം എഴുതിക്കൊണ്ടിരുന്ന ആ പ്രണയത്തിൻ്റെ ചില തലങ്ങളൊക്കെ ഞാൻ ഉദ്ദേശിച്ചു, ഇത്രയും പ്രായമായ എൻ്റെ ഈ മഹാകവി
ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന യേശുദാസിനെ പോലെ ഞാൻ പാട്ടുകാരൻ അല്ലെങ്കിൽ അത് ആ ഗാനഗന്ധർവൻ ഇഷ്ടപ്പെടുന്ന പോലെ എഴുത്തുകാരൻ ഞാൻ ആരാധിക്കുന്ന ആളാണ് ONV. അപ്പോൾ ആ ലിറിക്സൊക്കെ എന്നെ സാധിച്ചു. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു 1-2 പാട്ടുകൾ എഴുതുകയും ആ പാട്ടുകളിൽ ഞാൻ സംഗീതം കൊടുത്തപ്പോൾ അറിയാതെ ഗസലിൻ്റെ വഴി വരികയും ചെയ്തു. നിയോഗമായിരുന്നു മോനെ. അപ്പോൾ ഞാൻ അങ്ങനെ അതുപോലെ ഈ സോങ്ങിൻ്റെ മെലഡി ആണെങ്കിൽ ഗസലിൻ്റെ വഴിയാണല്ലോ നിശ്ചയിക്കുകയും പിന്നെ ബോധപൂർവമായിട്ട് അത്തരം കവിതകൾ എഴുതുകയും ആ ഗസലിൻ്റെ വഴിയെ തന്നെ അതിന് സംഗീതം നൽകുകയും ചെയ്തു. പിന്നെ അങ്ങനെ കുറേ പാട്ടുകളായപ്പോൾ ഞാൻ കരുതി ക്ലാസിക്കൽ കൺസൾട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനൊരു സംഭവം ചെയ്തുകൂടാ. അങ്ങനെ ഞാനത് ചെറിയ ചെറിയ സദസ്സുകളിൽ ചെറിയ കൂട്ടായ്മകളിൽ പാടിയപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ തന്നെ സുഹൃത്തുക്കൾ വല്ലാണ്ട് ഇത് കേട്ട് കരഞ്ഞ സുഹൃത്തുക്കളുണ്ട്. ചില ഗസലുകൾ ആ ഇൻസ്പിറേഷനാണ് ഞാൻ ഈ വഴിക്ക് പോകും. ഞാൻ അന്ന് എനിക്ക് തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറയാൻ കാരണം മോനത് മൊത്തം ഉൾക്കൊള്ളുന്നതല്ല. കുട്ടികളാകുമ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമുക്കൊരു നിശ്ചയദാർഢ്യം വേണം. ഞാൻ വിചാരിച്ചു ഞാൻ സംഗീതത്തിൻ്റെ വഴിയിൽ ഈ ഗസലുകളോട് മുമ്പോട്ട് പോകുമ്പോൾ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴേ തിരിച്ചു മടങ്ങാം, വീണ്ടും ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ വഴിയെ പോകാം. അപ്പോൾ എൻ്റെ ഓരോ വഴിയിലും പ്രചോദനമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ മലയാളം ഗസലുടെ വഴി തിരഞ്ഞെടുത്തത്. അതിനകത്ത് നിന്ന് മോൻ മനസ്സിലാക്കാനുള്ളത് നമ്മൾ നിശ്ചയദാർഢ്യത്തോടുകൂടി എന്ത് കാര്യം ചെയ്താലും അത് അംഗീകരിക്കപ്പെടും, സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ്. സംശയമായോ സുദേവേ? തീർച്ചയായിട്ടും ഈ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിന്റെ ബാക്കി ഞാൻ സുദേവിന് സമർപ്പിക്കുകയാണ്. സന്തോഷമായോ? ഒരു കൊച്ചുകുട്ടി വിളിച്ചാലും വളരെ നല്ല കാര്യങ്ങൾ ചോദിച്ചാലും വളരെ സന്തോഷം. ഗസൽ നിലാവ് സ്ഥിരമായിട്ട് കാണണം കേട്ടോ. സോ ഓക്കെ, താങ്ക് യു സുദേവ്. കുട്ടികളാണെങ്കിൽ സുദേവിന്റെ സ്കൂളിലെ അവരോട് ഇംഗ്ലീഷ് സ്കൂൾ ഷാർജയിലെ കുട്ടികൾക്ക് മാത്രമല്ല സുദേവിന്റെ നാട്ടിലെ കുട്ടികൾക്കും നാട്ടിലെ കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. സന്തോഷമായോ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഒരു കൊച്ചുകുട്ടി വിളിച്ചു, വലിയ കാര്യങ്ങളാണ് ചോദിച്ചത്. നമ്മൾ കൊച്ചു വായിൽ വലിയ വർത്തമാനം എന്നൊക്കെ പറയില്ല എന്ന് പോലെ നല്ല കാര്യമാണ് ചോദിച്ചത്. അതിന് ഏകദേശം മറുപടി കൊടുത്തു തോന്നുന്നു അല്ലേ? അപ്പോൾ നമുക്ക് വീണ്ടും ഗസലിൻ്റെ ഈ നൊമ്പര വഴിയിലേക്ക് വരാം. കാലത്തിൻ കൈവഴിപ്പാതയിലൊത്തിരി കാതം നടന്നു ഞാനേകനായി പൊള്ളുന്ന ജീവിതച്ചൂടിൽ നിന്നോർമ്മകൾ പൂനിലാവായി പൂമഴയായി മറക്കില്ല നിന്നെ മരിക്കും വരെ നീ പറഞ്ഞു അന്നൊരിക്കൽ ഓർമ്മയുണ്ടോ? ഗസലുകൾ ഹിന്ദുസ്ഥാനിയുടെ ഒരു പ്ലാനിലാണെങ്കിലും ഞാൻ സംബന്ധിച്ച് ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് ബേസ് ഉള്ള ആളായതുകൊണ്ട് അല്ലെങ്കിൽ അത് പഠിച്ച ആളായതുകൊണ്ട് ഞാനൊരു എപ്പോഴും ഒരു രാഗത്തിൽ അധിഷ്ഠിതമായിരിക്കും പാട്ടുകൾ. ഈ പാട്ടിന് അവലംബം നടഭൈരവിയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ടും ആ രാഗത്തിൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഗസലുകളുടെ ഭംഗിക്കും മെലഡിയുടെ ഭംഗിക്കും വേണ്ടി എപ്പോഴും നമ്മൾ ആ രാഗവുമായിട്ട് ചേരുന്ന മറ്റു സ്വരങ്ങളോട് ചേരുമ്പോൾ അതിൻ്റെ ഭംഗി കിട്ടും. നടഭൈരവി എന്ന രാഗം ഒരുപാട് നമ്മൾ മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള രാഗമാണ്. ഒരിടത്തു ജനനം ഒരിടത്തു മരണം ചുമലിൽ ജീവിത ഇത് ദേവരാമകൃഷ്ണൻ്റെ പാട്ട് ഈ രാഗത്തിലുള്ളതാണ്. രാമായണക്കാറ്റേ ഇതും ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തലാണ്. അതുപോലെ ബോംബെ രവിയുടെ സംഗീതമേ അമരസലാപമേ ഇതും ഇതേ രാഗത്തിൽ അവലംബിച്ചിട്ടുള്ളതാണ്. ദേവരാമകൃഷ്ണക്ക് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു രാഗത്തിൽ ചെയ്യുമ്പോൾ. ഹലോ, ഒരു കോളുണ്ട്. ഹലോ, നമസ്കാരം. ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് രാജീവ് ആണ്. ഓക്കെ, രണ്ടാമത്തെ രാജീവാണ്. പറയൂ രാജീവ്, രണ്ടാമത്തെ രാജീവ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഓക്കെ, ഗസൽ നിലാവ് എന്ന പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും നന്നായിട്ട് പോകുന്നുണ്ട് പ്രോഗ്രാം. വളരെ സന്തോഷം രാജീവ്. ഞാൻ സാറിന്റെ എന്റെ ഒരു ഫ്രണ്ടിന്റെ മോള് സാറിന്റെ പണ്ടൊരു ആൽബത്തിൽ പാടിയിട്ടുണ്ട്. അതെയോ? അനുശ്രീ എന്ന് പറഞ്ഞിട്ട് കുട്ടി. ഓ, എറണാകുളം. അതെ. ഓക്കെ. ഞാനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 2006 2007 ഇറക്കിയ ചിന്മുദ്ര എന്നൊരു ആൽബം ആണത്. അതെ കറക്റ്റ്. അത്
സുകുമാരിയൊക്കെ. അതെ അതെ, സുകുമാരിയമ്മ അതെ അതെ, അതായത് സുകുമാരിയമ്മ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒരു വീഡിയോ ആൽബം അതാണ്. അതിനുശേഷമാണ് പിന്നെ മറ്റേ ആൽബങ്ങളൊക്കെ വന്നത്. അതിന്റെ ടൈറ്റിൽ അങ്ങനെയായിരുന്നു, സുകുമാരിയമ്മ ആദ്യമായി അഭിനയിക്കുന്ന ഒരു ഡിവോഷണൽ ആൽബം ആയിരുന്നു അത്. ഓക്കെ, കുറെ നാൾ നേരിട്ട് പരിചയപ്പെടാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് നേരിട്ട് പരിചയപ്പെടാം. നേരത്തെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്നു എന്നറിയാമായിരുന്നു. ഞാൻ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാസി ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ചെയ്ത ഒരു ആൽബം തന്നെയാണ് ഈ. അതിനകത്താണ് ഈ അനുശ്രീ എന്ന കുട്ടി, ഇപ്പൊ അനുശ്രീ എന്ന കുട്ടിയായിരിക്കും, അനുശ്രീ ഇപ്പൊ അമ്മയൊക്കെ ആയി കാണും, പാടിയിരുന്നത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10 വർഷം, ഒരു 8 വർഷം ആവും മുന്നെയാണത്. എന്തായാലും എന്റെ ഒരു അല്ല, ഞാൻ ഇവിടെ ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാനിവിടെ വരുന്ന കാലഘട്ടങ്ങളിൽ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആര് വന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കുറച്ച് ശരികളും കുറച്ച് തെറ്റുകളും ഒക്കെ വളരെ എന്റെ സമയത്തിനനുസരിച്ച് വരുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് ഏത് കാലത്തും ഏത് സ്ഥലത്തും അങ്ങനെ വരുന്ന എല്ലാവർക്കും വെൽക്കം. പ്രതിഫലിച്ച കൂടാതെ തന്നെ ഞാൻ ചെയ്യുന്ന ആളാണ്. നമുക്ക് ആഗ്രഹത്തെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. ഗസലെല്ലാം ആണെങ്കിൽ തന്നെയും ഒരു പ്രേക്ഷകന്റെ അഭിപ്രായത്തെ മാനിക്കുക എന്നുള്ളതൊരു കലാകാരന്റെ കർത്തവ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 2 വരി പാടാം, കേട്ടോ? ഓക്കെ. കാരണം ഇത് ഗസൽ നിലാവ് എന്നൊരു സ്പെഷ്യൽ പരിപാടിയാണ്, അതുകൊണ്ടാണ്. 2 വരി എന്ന് പറയുമ്പോൾ മറുകേലറ ഓ രാഘവ, മറുകേലറ ഓ രാഘവ, മറുകേലറ. വേറൊരു വേദിയിൽ നമുക്കിത് വളരെ വിശദമായിട്ട് ഞാൻ പാടി കേൾപ്പിക്കാം. രാജീവെ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ ഗസലിന്റെ പെരുമഴക്കാലത്തെ കുറിച്ചാണ്. അപ്പോൾ ഈ ഓർമ്മകൾ, എന്ത് ഓർമ്മകളും നമുക്ക് മനസ്സിൽ തരുന്നത് സുഖമാണ്, സുഖകരമായ നോവാണ്. ഈ നോവിനൊരു സുഖമുണ്ട്. പറയാറുണ്ട്, പ്രണയം പോലെ തന്നെ മധുരമാണ് പ്രണയം നോവുമെന്ന്. അതിൽ ഓർമ്മകളൊക്കെ നമ്മളിവിടെ പലപ്പോഴും പ്രതികൂല സാഹചര്യങ്ങളിലും ഓരോ പ്രവാസിയും ഇവിടെ നിലകൊള്ളുന്നത് ചില പ്രേരണ കൊണ്ടാണ്, ചില ഓർമ്മപ്പെടുത്തലുകൾ കൊണ്ടാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും പാതി വഴിയിൽ നമ്മൾ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ ഈ ഓർമ്മ എന്നും നമുക്കൊരു പിൻബലമായി നിൽക്കാറുണ്ട്. അതാണ് നമ്മളുടെ പാടിക്കൊണ്ടിരുന്ന വഴിയിൽ നമ്മൾ പരാമർശിച്ചത്. നമ്മൾ പറഞ്ഞ നടഭൈരവിയെ കുറിച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് സിനിമാ പാട്ടുകൾ. വീണ്ടും കോളുണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഗസൽ സ്വാഗതം. ആരാണ്? ബാബു. ബാബു നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. ബാബു ഈ പരിപാടി ഇന്ന് ആദ്യം കേട്ടതാണോ, മുന്നേ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ഇന്നലെ കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ മുംബൈയുടെ മലയാള ഗസലിനോട് താല്പര്യം ഉണ്ടായി. വളരെ സന്തോഷം. അതിനുശേഷം ഞാൻ കാണുന്നത് സാറിന്റെ ഈ പ്രോഗ്രാമാണ്. ഓ, അപ്പൊ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു. കാരണം മലയാളത്തിന്റെ ഗസൽ ആ ഒരു, ശരിക്കും ഞങ്ങളൊക്കെ പിന്നെ ഹിന്ദിയാണ് ഗസല് കേൾക്കാറ്. അതെ അതെ അതെ. അപ്പൊ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, മലയാളത്തിൽ എന്തുകൊണ്ടൊരു ഗസലില്ല. നമ്മൾ മലയാളത്തിൽ മഹാനായ ഗസൽ ഗായകനുണ്ട്, ഹരിഹരൻ. പക്ഷെ അദ്ദേഹത്തിന്റെ മേഖല ടോക്കിംഗ് ക്ലിയർ ആവുന്നില്ല ബാബു. ഹലോ, കട്ടായി. അപ്പോൾ ബാബു ആണ് വിളിച്ചത്. ബാബു പറഞ്ഞതിൽ കാര്യമുണ്ട്. അപ്പോൾ മലയാളം ഗസലുകളിൽ ഉമ്പായി ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ കാണുന്നു, ഉമ്പായിക്ക് ശേഷമുള്ളൊരു ഗായകനായിട്ട് എന്നെ കാണുക എന്ന് വെച്ചാൽ മഹത്തായ ഒരു അംഗീകാരമാണ്. വളരെ സന്തോഷം ബാബു വിളിച്ചതിലും ഈ ഒരു അംഗീകാരം തന്നതിലും. അപ്പോൾ നടഭൈരവി ഒത്തിരി ഉപയോഗിച്ചിട്ടുള്ള, ഒരുപാട് സിനിമാ പാട്ടുകൾക്ക് ഉപയോഗിച്ചിട്ടുള്ള രാഗമാണ് നടഭൈരവി. അപ്പോൾ ആ രാഗം ഇതിൻ്റെ അവലംബമായി വന്നു എന്ന് മാത്രമാണ്. കാലത്തിൻ കൈവഴിപ്പാതയിലൊത്തിരി കാതം നടന്നു ഞാനേകനായി, പൊള്ളുന്ന ജീവിതച്ചൂടിൽ നിന്നോർമ്മകൾ പൂനിലാവായി പൂമഴയായി, മറക്കില്ല നിന്നെ, മറക്കില്ല നിന്നെ, മരിക്കും വരെ
നീ പറഞ്ഞു അന്നൊരിക്കൽ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ. ഒരു കോളുണ്ട്. ഹലോ 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 നമസ്കാരം, ഗസൽ നിലാവിലേക്ക് സ്വാഗതം. ആരാണ്? നമസ്കാരം, എന്റെ പേര് മഞ്ജു. ആ മഞ്ജു പറയൂ. കരാമയിൽ നിന്ന് വിളിക്കുന്നു. ദുബൈയിലാണോ? ദുബായ് കരാമയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ ഓക്കെ. എന്തുണ്ട് വിശേഷം മഞ്ജു? സുഖം തന്നെ. എന്താണ് മഞ്ജുവിന് ഈ ഗസൽ നിലാവിനെ കുറിച്ച് ഉള്ള അഭിപ്രായം? തുറന്നു പറഞ്ഞു. വളരെ നന്നായിട്ട്. കാര്യം കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ, 3-4 എപ്പിസോഡേ ആയിട്ടുള്ളൂ. വളരെ നന്നായി പോകുന്നു. വളരെ സന്തോഷം. ഫ്രണ്ട്സ് ഒക്കെ നല്ല അഭിപ്രായമാണ് പറയണത്. ഓ വളരെ സന്തോഷം. ഇന്നലെ ഞാൻ ഈ പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ സാർ അതിനകത്ത് ദേവരാജൻ മാഷിന്റെ സാമ്യമകന്ന ഒരു ഉദ്യാനം എന്നുള്ളത് ഗസൽ രൂപത്തിൽ പാടി കേൾപ്പിച്ചിരുന്നേ. അതുപോലെ എന്തെങ്കിലും ഫിലിം സോങ് എന്നൊന്ന് ഗസൽ രൂപത്തിൽ പാടി കേൾപ്പിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടത്. തീർച്ചയായിട്ടും ഞാൻ പാടി. ഞാൻ ഈ ഒരു ഗസൽ ഈ പാട്ട് പാടി തീർന്നിട്ടോ അതിന് മുമ്പ് എപ്പോഴും ഞാൻ രണ്ടുപേരും പാടി കേൾപ്പിക്കാം കേട്ടോ. അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. മഞ്ജു മാത്രം വിളിച്ചപ്പോൾ മഞ്ജു സുഹൃത്തുക്കളോട് ഈ പ്രോഗ്രാം കാണാൻ പറയുക, ഈ വിളിക്കാൻ പറയാം. താങ്ക് യു വെരി മച്ച്. വീണ്ടും വിളിക്കുക, വീണ്ടും കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ കോളുകളൊക്കെ കിട്ടുന്ന ഒരു സന്തോഷം ഞാൻ കണ്ടിരിക്കുന്ന മറ്റ് പ്രേക്ഷകരോട് ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഈ ചില പാട്ടുകൾ ഒരു ഗസലിൻ്റെ സുഖം നമുക്ക് തരാറുണ്ട്. ഇന്നലെ ഒരാളിൻ്റെ അഭ്യർത്ഥന പ്രമാണം ഞാൻ അങ്ങനെ ഗസൽ രൂപം പോലെ അതൊരു പ്രത്യേക പ്ലാനിൽ പാടിയതാണ്. അപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാതൊരു ഗസലാണോ അല്ല ഗസൽ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയാറുണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ ഗസലിൻ്റെ ഒരു ധാരണ രൂഢമൂലമായിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ആ പാട്ടിനെ അങ്ങനെ വിലയിരുത്തുന്നത്. ഒരു ഗസലിൻ്റെ ഫീൽ എനിക്ക് ഈ അടുത്ത സമയത്ത് അങ്ങനെ തോന്നിയൊരു പാട്ടാണ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അമ്മയ്ക്കൊരു താരാട്ടം എന്ന സിനിമയിലെ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഗസൽ കേൾക്കുന്ന പോലെ ഇരിക്കും. ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി ഓർമ്മ പെയ്യുകയായി നിന്നോർമ്മകൾ പെയ്യുകയായി ഇന്ദ്രനീല നിറം കലർന്നൊരു ഇങ്ങനെ പോകുന്ന ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു ഗസൽ നമ്മൾ കേട്ട് ഇങ്ങനെ കണ്ണടച്ച് കിടക്കുന്ന സുഖമാണ്. അത്തരം ചില പാട്ടുകൾ നമുക്ക് ഈ ഒരു ഗസലിൻ്റെ സുഖം പ്രദാനം ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും അതിനെ കമ്പയർ ചെയ്യുന്ന ഗസൽ എന്ന് പറയുന്നത് ഗസലിനൊരു നമ്മൾ മനസ്സിൽ തന്നെ ഗസലിനൊരു അർത്ഥ തലങ്ങളും ഭാവതലങ്ങളും എങ്ങനെയോ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെയോ അല്ല, നമ്മൾ ഗസൽ കേട്ടിട്ട് ആ പരിചയം വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചില പാട്ടുകൾ ഗസലിൻ്റെ സുഖമെന്നോ ഗസലിൻ്റെ ഈണമെന്നോ ഗസൽ പോലെയെന്നോ ഒക്കെ പറയുന്നത്. എന്തായാലും ഞാൻ രണ്ടുപേരും പാടി കേൾപ്പിച്ചു മഞ്ജുവിന് വേണ്ടി. മഞ്ജു സന്തോഷമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഈ പാട്ട് ഓർമ്മയാണ്. അപ്പോൾ നമ്മൾ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞു. അവിചാരിതമെങ്കിലും ഞാൻ പാടിയ പാട്ടിനും ഓർമ്മകൾ വന്നു. അപ്പോൾ ഓർമ്മ എപ്പോഴും നമുക്ക് എന്താണ് നല്ല ഒരു വികാരമാണ്. മറക്കില്ല നിന്നെ മരിക്കും വരെ. ഈ പ്രണയവിരഹത്തിൻ്റെ വഴികൾ ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകുന്നുണ്ട്. നമുക്കൊരു നല്ല പാട്ട് കേട്ട് ഒരു നല്ല പാട്ട് കണ്ട് തിരിച്ചു വരാം.